വസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും അതിൽ നീറും നീലാവിതളായി മകളെ മോനെ, നീ വിചാരിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ. എന്താ അമ്മേ? എന്റെ മോൻ അമ്മ പറയുന്ന പോലെ കേക്കോ? എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? അമ്മ പറയുന്നതല്ലേ ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളൂ. മോനെ, എങ്ങനെയെങ്കിലും വിശ്വനാഥന്റെ കാശ് കൊടുക്കണം. ഇത്രയും വലിയ തുക പെട്ടെന്ന്? അതൊന്നും എനിക്കറിയണ്ട. ഇത്തിരി പൊന്നിന്റെ മണത്തിന്റെ പേരില് നിന്റെ അച്ഛനെ ആരും കുറ്റപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ. എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിക്കാൻ. തലവരെ തടയാ പോകത്തില്ലല്ലോ ഭാഗ്യം. വിശ്വട്ടൻ പ്രശ്നം ഉണ്ടാക്കിയമ്മേ. ഉണ്ടാക്കിയോന്നോ? ഇന്നല്ലേ അവന്റെ തനിനിറം മനസ്സിലാവുന്നേ. തനി ചെകുത്താനാ മോനെ. നിന്ന നിപ്പിലൊരു പരിഹാരം കാണാൻ എന്റെ മോനെ കൊണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഞാനും അത് ആലോചിക്കുന്നു അമ്മേ. എത്രയും പെട്ടെന്ന് ആ കണക്ക് തീർത്തെങ്കിൽ ഹേമേച്ചെങ്കിലും ഒരു സമാധാനം ഉണ്ടായനെ. ഈ അമ്മയുടെ പൊട്ടബുദ്ധിയിൽ തോന്നുന്ന ഒരു കാര്യം പറയട്ടെ. എന്റെ മോനൊന്നും വിചാരിക്കരുത്. നീ എന്തിനാ അവനെ ഇങ്ങനെ മുൾമുനെ നിർത്തുന്നേ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഇപ്പൊ ഇതേ ഒരു പോംവഴിയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അമ്മ കാര്യം പറയേ. മോനെ, നിനക്ക് കുറച്ച് സ്ത്രീധനം കിട്ടിയ അവക്ക് കൊടുക്കാനുള്ളത് കൊടുത്തൂടെ മോനെ? അമ്മ, അത് എനിക്കറിയാം. മകളുടെ ജീവിതത്തിന് വേണ്ടി മകന്റെ ജീവിതം പണയം വെക്കുന്ന ഒരമ്മയായി ഞാനിപ്പോ. അത് വേണ്ട ഭാഗ്യം. ഞാൻ ചെയ്ത തെറ്റിന് ഇവന്റെ ജീവിതം കൂടി എന്തിനാ കളയുന്നേ? അതൊക്കെ പെട്ടെന്ന് നടക്കും അമ്മേ. ഈശ്വരൻ അനുഗ്രഹിച്ച മോന്റെ മനസ്സറിഞ്ഞിട്ട് ആലോചിക്കാന്ന് വെച്ചതാ അമ്മ. മോനെ, അമ്മയുടെ ബന്ധത്തിലുള്ള കരുണാകരൻ പിള്ളച്ചേട്ടന്റെ മോനെ അറിയില്ലേ? ഗൾഫിൽ പോയി ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടടാ. ഒരേ ഒരു മോളേ ഉള്ളൂ. നിന്നെ അവർക്ക് വലിയ താല്പര്യ. നീ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ? ആ പെണ്ണിച്ചിരി പൊങ്ങച്ചക്കാരിയാണെന്ന് നീ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഓ, അതൊക്കെ കല്യാണം കഴിക്കുമ്പോ അങ്ങ് മാറിക്കോളും. പിന്നെ ഏതായാലും നിങ്ങളുടെ അപർണയുടെ അത്രയും പൊങ്ങച്ചക്കാരിയൊന്നും ആയിരിക്കില്ല. ഓ, ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി. ഹേമയുടെ സ്ഥിതി മനസ്സിൽ വെച്ചോണ്ട് വേണം ആലോചിക്കാൻ. എന്റെ ദൈവമേ, ഇതൊന്നും നടന്നു കിട്ടി അവന്റെ ജീവിതത്തിനൊരല്ലുണ്ടാവില്ലായിരുന്നു. നീ എന്താ മോള് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അവിടെ ഇരുന്നിട്ട് സമാധാനം വരണ്ടേ? അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്ന കണ്ടിട്ടല്ലേ ഞാൻ പോയത്. അതിനെടുപിടിയെന്ന് ഇങ്ങോട്ട് പോരണം. എന്നും ഫോൺ വിളിക്കാറുള്ള
ഇങ്ങനെ ഹോസ്റ്റലിൽ ഇവിടെയായിട്ട് നിന്നിട്ടേ നീ പഠിത്തത്തിൽ ഉഴപ്പരുത്. അത് പറഞ്ഞപ്പോഴാ അച്ഛ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഡൽഹി ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറായ ഡോക്ടർ ഹമീദ് ഖാൻ, അദ്ദേഹം ഇപ്പോ അമേരിക്കയിലെ ജീനോം പ്രോജക്ടിന്റെ ഹെഡ് കൂടിയാ. ഞങ്ങൾക്ക് വന്നൊരു ക്ലാസ് എടുത്തു. ആ ഒരു ഭാഷയും ബോഡി ലാംഗ്വേജും ഇനി സ്പോണ്ടേനിയസ് ഓഫ് ഫ്ലോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്തായിരുന്നു സബ്ജക്ട്? ഇൻഫ്ലുവൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ഇൻ വെസ്റ്റേൺ കൺട്രീസ്. വിദേശ വനിതകൾ ഇന്ത്യൻ ചെറുപ്പക്കാരെ വിവാഹം കഴിക്കാൻ താല്പര്യം കാട്ടുന്നു, അത് ദീർഘകാലം നിലനിൽക്കുന്ന ബന്ധമായതുകൊണ്ടാണെന്നും പക്ഷേ നമുക്കിവിടെ അത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്നും പിന്നെ നമ്മുടെ മനസ്സിനെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ഇന്ത്യൻ സ്ത്രീത്വം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും നഷ്ടപ്പെടുന്ന നമ്മുടെ ഗാർഹിക അന്തരീക്ഷത്തെക്കുറിച്ചുമൊക്കെ 3 മണിക്കൂർ അദ്ദേഹം ക്ലാസ് എടുത്തത്. അതൊക്കെ കേട്ടപ്പോ ഞാനൊന്ന് തീരുമാനിച്ചു. അച്ഛന്റെ ഇഷ്ടം അനുസരിച്ച് അച്ഛൻ തീരുമാനിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാന്ന്. സമയാസമയം സ്വഭാവം മാറുന്നവരെ വിശ്വസിക്കാവോ അച്ഛന്? വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. ഇത് പറയാൻ കൂടിയാ ഞാൻ വന്നത്. നാളെ തന്നെ പോവുകയും ചെയ്യും. ആ പിന്നെ ഒരുപക്ഷെ ഞാൻ കാരണമാവാല്ലേ സുധാമ നാടുവിട്ടത്? അല്ല, ആണ്. ഞാൻ അമ്മയെ പോലെ സ്നേഹിച്ചതല്ലേ. സുധാമ തിരിച്ചു വന്നില്ലെങ്കിൽ അതെന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ഞാൻ വിവാഹത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് സുധാമ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരണം. ശ്രമിക്കില്ലേ അച്ഛാ? ഇല്ലെങ്കിൽ ഒരു മകളെ പോലെ എന്നെ സ്നേഹിച്ച സുധാമ്മയുടെ വേദന ഒരു ശാപം പോലെ എന്നെ വേട്ടയാടില്ലേ അച്ഛാ? അതുകൊണ്ടാ. അപ്പൂട്ടിയുടെ നിറം മാറ്റം അറിയാവുന്ന നമ്മള് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കണോ വക്കീലേ? ഇതങ്ങനല്ല അച്ഛാ. മനസ്സ് തുറന്ന് അവള് സമ്മതിച്ചിരിക്കുക. എത്രയും പെട്ടെന്ന് പറ്റിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം. അവിടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി. അവള് സമ്മതിച്ച സ്ഥിതിക്ക് വേറൊരാളെ കണ്ടുപിടിക്കാൻ മെനക്കെടണോ? നമ്മൾ നേരത്തെ തീരുമാനിച്ചതുപോലെ അജയനെ കൊണ്ടങ്ങ്. അതവള് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ വേണ്ടെന്ന് പറഞ്ഞതല്ലേ. അതിനി നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയല്ല. കഴിയുന്നത്ര ഈ നാട്ടിൽ നിന്ന് ദൂരെയുള്ള ഒരാളായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതെന്താ വക്കീൽ അങ്ങനെ പറയുന്നേ? ഈ നാട്ടുകാർക്ക് നമ്മളോട് എന്തെങ്കിലും വിരോധമുണ്ടോ? അതുകൊണ്ടല്ല അച്ഛാ. ഒരിക്കൽ അജയനെ അവൾ ആക്ഷേപിച്ചു. ഇനിയും നമ്മൾ അവന് പ്രതീക്ഷ കൊടുത്താൽ അന്നത്തെ പോലെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? ഏതായാലും ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. എല്ലാം ഉണ്ടോ നോക്കിക്കോ മോനെ. അവിടെ ചെന്നിട്ട് പിന്നെ ഈ അമ്മയുടെ ഒരു ആദി എല്ലാം ഉണ്ടമ്മേ. ദൈവങ്ങളെയൊക്കെ മനസ്സ് വിചാരിച്ചു വേണം പോവാൻ. എന്റെ സകല ദൈവങ്ങളും ഒറ്റ രൂപ ഇങ്ങനെ മുന്നിൽ നിൽക്കല്ലേ. എന്റെ മോൻ നന്നായി വരും. അയ്യേ, എന്താമ്മേ ഇത് കരയാ? ഞാനൊരു നല്ല കാര്യത്തിന് പോവല്ലേ. സന്തോഷം കൊണ്ടാ. അമ്മയുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ദൈവം കേട്ടു. ഇതെന്തോന്നാടാ ബാല, അമ്മക്ക് മോൻ ഇത്രയധികം പറയാൻ? അവിടെ നേരത്തിനും കാലത്തിനും ചെല്ലണ്ടായോ? പോലത്തി അവനൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ കിടന്ന് ചിലക്കാറല്ലേ. എന്തോ നാടി സുധർമ്മേ, നേരത്തിനും കാലത്തിനും ഇറങ്ങണ്ടേ? ഇവ ആട്ടോയും ഇട്ടോണ്ട് കാത്തിരിക്കാൻ തുടങ്ങിട്ട് നേരത്തെയായി. നിങ്ങൾ എന്തിനാ അതിനിടയ്ക്ക് സംസാരിക്കുന്നേ? എന്താടാ സംസാരിച്ച? ജോലിക്ക് പോകുന്നത് എന്റെ ചെറുക്കനാ. അവൻ സമയത്തും കാലത്തും പോണോന്ന് ഞാൻ പറയൂടാ. കേക്കാൻ വയ്യെങ്കിൽ നീ ചെവി പൊത്തിക്കോ. ഓ, എത്ര എണ്ണ ഇടിവെട്ടി പോന്നു. ഇതിനാവധിയും വരത്തില്ലല്ലോ. എന്റെ പൊന്നുമോൻ കാത്തിരുന്ന മുടിഞ്ഞവൻ തള്ളേ കൊല്ലാൻ നടക്കുന്നു. ഓലത്തി തലയിൽ ചൊറിഞ്ഞു വരുന്നുണ്ടോ? ചൊറിയടാ. ഇവിടെ നിന്നാലേ എനിക്ക് ഒരു ചവിട്ടി തിരുമേണ്ടി വരും. അതിങ്ങനെ കലകളാൻ ചലിച്ചോണ്ടിരിക്കും. നീ വാടാ.
പുഴുക്കൾ കയറി നശിപ്പിച്ചു. ഞാനിവിടെ ഉള്ളപ്പോഴെങ്കിലും ഇവറ്റകളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാന്ന് വിചാരിച്ചു കുറുപ്പച്ച. നല്ലത് മോളെ. ഇക്കാലത്ത് മനുഷ്യന് വല്ലതും കൊടുക്കുന്നതിലും ഭേദം ചെടിക്കോ പട്ടിക്കോ ഒക്കെ കൊടുക്കുന്നതാ. നന്ദികേട് കാണിക്കില്ലല്ലോ. ചില സാഹചര്യങ്ങൾ ചിലരെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നല്ലേ കുറുപ്പച്ച. അതിനവരെ പ്രേരിപ്പിക്കുന്ന നമ്മളായാൽ പോലും നമ്മൾ പിന്നീടത് സൗകര്യപൂർവ്വം മറക്കും. എന്നിട്ട് അവർ ചെയ്തത് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. നിന്നോട് തർക്കിക്കാനൊന്നും ഈ കുറുപ്പച്ചൻ ആളല്ലേ. പട്ടാളക്കാരനായിരുന്നു എന്നല്ലാതെ ഈ ഫിലോസഫി ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ മറിച്ചും മറിക്കാതെ ഒന്നും സംസാരിക്കാൻ എനിക്കറിയില്ല. മോളെ, നീ ശ്രദ്ധിച്ചോ? നമ്മുടെ വക്കീലിൽ നിന്ന് വല്ലാത്തൊരു സന്തോഷം. അല്ല, അത് പിന്നെ ആകെയുള്ള ഒരു മോള് അയാളുടെ ഇഷ്ടത്തിനൊരു കല്യാണത്തിന് സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? കേട്ടപ്പോ എനിക്ക് ഈ കൊടുങ്കാറ്റ് പ്രതീക്ഷിച്ചിരിക്കുമ്പോ ഒരു ചെറുകാറ്റ് വന്ന് തഴുകിയാ കിട്ടുന്ന ഒരു സുഖം. മോള് നന്നായി ആലോചിച്ചിട്ടാണോ അച്ഛനോട് അങ്ങനെ പറഞ്ഞത്? അതോ അതെന്താ കുറുപ്പച്ചൻ അങ്ങനെ ഒരു സംശയം? എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? വിശ്വാസമില്ലെന്നോ? എന്റെ കുഞ്ഞിനെ എനിക്ക് വിശ്വാസമില്ലെന്നോ? ഞാൻ ഒരുപാട് ആലോചിച്ചു കുറുപ്പച്ച. എന്റെ ഇഷ്ടങ്ങൾ ഒരു പാവം ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിക്കാനേ ഉതകൂ എന്നെനിക്ക് തോന്നി. ആകെയുള്ളൊരു മകനെ പറ്റി ആ അമ്മയ്ക്കും കാണില്ലേ ഒരുപാട് സ്വപ്നങ്ങൾ. ഒക്കെ ഒരു പിടിവാശി കൊണ്ട് ഞാൻ തകർത്തെറിഞ്ഞാൽ മകളുടെ സ്ഥാനം തന്ന് വളർത്തിയത് കൊണ്ട് എന്നെ ശപിക്കാൻ പോലും ആവാതെ പാവം സുധാമയുടെ മനസ്സ് പെടയും. അറിയാതെ പോലും അങ്ങനെ ഒരു അവസ്ഥ ഞാനായിട്ടുണ്ടാക്കരുതെന്ന് കരുതി അറിയാത്ത നാടുകളിൽ അലഞ്ഞു തിരിയാതെ അവർക്ക് സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാവട്ടെ. അവരുടെ കണ്ണീരിൽ ചവിട്ടി നിന്നുകൊണ്ട് ഞാനൊരു ജീവിതം ഉണ്ടാക്കുന്നതിലും നല്ലത് ഇതല്ലേ കുറുപ്പച്ച? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിനേക്കാളും നല്ലത് സ്വയം വേദനിക്കുന്നതാണെന്ന് കുറുപ്പച്ചന് തോന്നുന്നുണ്ടാവും. പക്ഷേ എനിക്കത്രയ്ക്ക് വേദനയൊന്നുമില്ല കേട്ടോ. സച്ചിദാനന്ദ, ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ MBA സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. വീട് വീടാന്തരം കയറി ഇറങ്ങി ഉൽപ്പന്നത്തിന്റെ മഹത്വം പറഞ്ഞ് പെണ്ണുങ്ങളെ വശീകരിച്ച് കാര്യം സാധിച്ചെടുക്കണം. കോമ്പറ്റീഷനാണേ. കഠിനാധ്വാനം ചെയ്യണം, കഷ്ടപ്പെടണം, തല പോയിക്കണം. അതിന് പറ്റൂ? ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം സർ. ശ്രമിച്ചാ പോരാ, കച്ചവടം നടക്കണം. എന്നാലേ ഇത് വരത്തുള്ളൂ. പിന്നെ 1500 രൂപ മാസം ഞാനങ്ങ് തരും. സച്ചിദാനന്ദന്റെ മിടുക്ക് പോലെ വിൽക്കുന്നതിന്റെ കമ്മീഷൻ. സമ്മതിച്ചോ? സമ്മതിച്ചു സർ. എന്നാലേ ഇവിടെ ഒരു ഒപ്പിട്ടേ. ഇവിടെ പിന്നെ 1500 രൂപ മാസം ഞാനങ്ങ് തരും. സച്ചിദാനന്ദന്റെ മിടുക്ക് പോലെ വിൽക്കുന്നതിന്റെ കമ്മീഷൻ. സമ്മതിച്ചോ? സമ്മതിച്ചു സർ. എന്നാലേ ഇവിടെ ഒരു ഒപ്പിട്ടേ. ഇവിടെ എന്നാലേ ഇന്ന് തന്നെ ഇറങ്ങിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഈ പൂന്തോട്ടത്തിക്കാര് വലിയ പണക്കാരാണോ അമ്മായി? അപ്പൊ ദുഷ്ടന്മാരായിരിക്കും. ഈ മാസികയിലൊക്കെ വായിക്കുന്ന പോലെ കൊല്ലും കൊലയും ചട്ടമ്പിത്തരും ഒക്കെ ആയിട്ട്. ഇങ്ങനെയൊക്കെ ഒന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നേ? പൂന്തോട്ടത്തിക്കാര് പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ലവരാ, വലിയ മനസ്സുള്ളവര്. ആണോ അമ്മായി? വീട് നിറച്ചു ആളുകളുണ്ടാവുമല്ലേ? ഇല്ല മോളെ, 2-3 പേരേ ഉള്ളൂ. അത്രേ ഉള്ളൂ? അപ്പൂട്ടിന്ന് വിളിക്കുന്ന അപർണ എന്നൊരു മോള്, പിന്നെ അച്ഛൻ, അപ്പൂപ്പൻ, അത്രേ ഉള്ളൂ. അപ്പൂട്ടിക്ക് അമ്മായിയെ വലിയ ഇഷ്ടാ? പിന്നെ എനിക്ക് അവളെന്റെ മോളെ പോലെയാ. അയ്യോ, ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ അമ്മായി? എനിക്കൊന്ന് കാണുകയും ചെയ്യായിരുന്നു. അവള് പഠിക്കല്ലേ മോളെ,
അമ്മായി പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ആ, ഞാനത് അമ്മായിയോട് ചോദിക്കണോന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അമ്മായി എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേ? സച്ചിക്കൊച്ചാട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? മാസികയിലൊക്കെ അങ്ങനെയാ. പണക്കാരി പെണ്ണ്, പാവപ്പെട്ട ചെറുക്കൻ, അവര് തമ്മില് പിന്നെ അടി ഇടി ഒളിച്ചോട്ടം നാടുവിടല്. അതുപോലെ എങ്ങാനും ആണോ അമ്മായി? ദേ, അമ്മായി വിഷമിക്കണ്ട കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെയൊന്നുമില്ല മോളെ. ഒരുപാട് കാലം നിന്ന് വീട് വിട്ടു പോരേണ്ടി വന്നതിന്റെ വിഷമമുണ്ട് അവനും. അതെ, ജനിച്ചപ്പോഴേ കണ്ട വീടും നാടുമൊക്കെ ഒരു നിമിഷം കൊണ്ട് അന്യമായി പോയിന്നൊരു തോന്നൽ. അതൊക്കെ മാറും അമ്മായി. സച്ചിക്കൊച്ചാടിന് ജോലിയൊക്കെ ആയില്ലേ? പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടുമ്പോ സച്ചിക്കൊച്ചാടിന് സന്തോഷാവും. ഇനി എങ്ങോട്ടും പോവണ്ട അമ്മായി. സച്ചിക്കൊച്ചാടിന് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടിച്ച് ഇവിടെ അങ്ങ് താമസിക്കാം. അവന് ജോലി കിട്ടിയതല്ലേ ഉള്ളു മോളെ. പിന്നെ എല്ലാം ദൈവമല്ലേ തീരുമാനിക്കേണ്ടത്. ജോലി തീർക്ക്. മാഡം, ഐ എം സച്ചിദാനന്ദൻ ഫ്രം MMI കമ്പനി. ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തോട്ടെ? വേണ്ട, ഒന്നും വേണ്ട. വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രയോജനമുള്ള സാധനമാണ്. വേണ്ട. മാഡം ഒന്ന് കണ്ടു നോക്കണം. റെഡി ക്യാഷോ ഇൻസ്റ്റാൾമെന്റോ എങ്ങനെയാലും മതി. ഇപ്പൊ ഒന്നും വേണ്ട. വണ്ടി ഒന്ന് നിർത്ത്. സച്ചി, സച്ചി, എന്നോടൊരു വാക്ക് പോലും പറയാതെ എങ്ങോട്ടാ നീ ഒളിച്ചോടിയത്? ഒളിച്ചോടിയോ? ഞങ്ങൾ ആരുടെ ഒന്നും എടുത്തോണ്ടല്ലോ പോയത്. എത്ര നിസ്സാരമായി നീ അത് പറഞ്ഞു. എന്റെ മനസ്സും കൊണ്ടല്ലേ നീ പോയത്? പറ, നിനക്കൊന്നും പറയാനില്ലേ? തളിരുകളുണ്ടു മതിക്കും വാസന്തങ്ങൾ